അയ്യോ അയ്യോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് സൺഡേ ആയിക്കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എല്ലാവരും ആണെന്ന്. ഞാൻ പിന്നെ പോയി ഫ്രഷായി വന്ന് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ കിച്ചണിൽ കയറി. തലേ ദിവസം പാത്രമൊന്നും കഴുകി വെക്കാതിരുന്നത് കൊണ്ട് തന്നെ രാവിലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ തൂക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ അല്ലേ, സൺഡേ എന്നൊരു ദിവസമുണ്ട് ജോലി അങ്ങോട്ട് നീങ്ങത്തേയില്ല. ലേറ്റായിട്ട് എണീക്കുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് കുടിക്കാനുള്ള പാലൊക്കെ റെഡിയാക്കി, പിന്നെ ഒരു മുട്ടയും പുഴുങ്ങി വെച്ച്, പിന്നെ കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാത്രത്തിൽ നിന്നൊരു കള്ളം മോഷ്ടിച്ച് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതങ്ങ് ക്ഷമിച്ചു. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് പാലപ്പവും ചമ്മന്തിപ്പൊടിയായിരുന്നു. അങ്ങനെ കറക്കി ഞാൻ പാലപ്പം ചുറ്റു. ചമ്മന്തി നേരത്തെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചമ്മന്തിപ്പൊടി എൻ്റെ നൊസ്റ്റാൾജിയ ചമ്മന്തിപ്പൊടി കേട്ടോ. കുഞ്ഞുനാൾ തൊട്ടേ അമ്മ ഉണ്ടാക്കി തരുന്നത് പാലപ്പത്തിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് കടുകൊക്കെ ഇട്ട് വറുത്തിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക്. പിന്നെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് കഴിക്കാനും കൂടെ ഭയങ്കര രസമാട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അമ്മ തീയൊക്കെ കത്തിച്ച് അരി ഇടാനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കറിക്ക് അരിയുന്നതൊക്കെ എൻ്റെ ജോലിയാണ്. അങ്ങനെ പാവയ്ക്ക മെഴുക്കോട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് പാവയ്ക്ക കുത്തി ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പാവയ്ക്ക അരിഞ്ഞു കൊടുത്തപ്പോഴേക്കും അമ്മ പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. കൂടെ ഒരു ഷോഫിന് ഞാൻ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ബീട്രൂട്ട് പച്ചടി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി. പിന്നെ തീയലുണ്ടാക്കി, വെണ്ടയ്ക്കയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് വറുത്തരച്ചൊരു തീയലും ഉണ്ടാക്കി. പിന്നെ പപ്പടവും കൂടെ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക മെഴുക്കുവരട്ടിയും പച്ചടിയും പപ്പടവും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. ഇതെല്ലാം കൂടെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോകണമായിരുന്നു ചക്ക പറിക്കാൻ. അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടെ ആയിരുന്നു ഞാൻ. അങ്ങനെ നേരെ കൂട്ടുകാരുടെ വീട്ടിൽ എത്തി ചക്കയൊക്കെ പറിച്ചു. രണ്ടുപേര് ചക്ക പറിച്ചതിന് ശേഷം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ചക്കയൊക്കെ വെട്ടി എല്ലാം വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ചക്ക ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് വെട്ടിത്തരാൻ പറഞ്ഞിട്ട് പോലും ഈ ദുഷ്മൻ എനിക്ക് വെട്ടി തന്നില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, ചക്ക വെട്ടിത്തരാമെന്ന് പറഞ്ഞു. കാരണം വെട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ചിന്നി ചെതറിക്കും. അത് കാരണം ഞാൻ തന്നെ വെട്ടിക്കോളാമെന്ന് പറഞ്ഞ് ചക്കയൊക്കെ വൃത്തിയാക്കി അമ്മയുടെ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ജോലിയൊക്കെ അമ്മയുടെയാണ്, വേവിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പോയി കുളിച്ചൊക്കെ വന്നു. കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസമായിരുന്നു കേട്ടോ. ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ട് കുളിക്കാതിരുന്നപ്പോൾ എന്തോ പോലെ. അങ്ങനെ കുളിച്ച് വന്ന് ഞാൻ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണോ എന്തോ എന്നറിയത്തില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും സേമിയ പായസമൊക്കെ കൊടുത്തു, ഞാനും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂജ്യം വെട്ട് കളിക്കാമെന്ന് ഓർത്ത് ചുമ്മാ ഇരിക്കുമല്ലേ. അങ്ങനെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കളിക്കത്തില്ലേ, കുറേ വട്ടമൊക്കെ വരച്ചിട്ട് പൂജ്യം വെട്ട്. ആ പൂജ്യം വെട്ടി ഞാൻ ജയിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ലൂഡോ കളിക്കാമെന്ന്. അങ്ങനെ ലൂഡോയിൽ എന്നെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ലൂഡോ എടുത്തതിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ചിരിയാട്ടോ ഇത്. പിന്നെയും തോറ്റു. പിന്നെ ഞങ്ങളൊരു 8 മണി തൊട്ട് പുറത്ത് പോകാമെന്ന് കരുതിയിരുന്നു. പക്ഷെ ഭയങ്കര മഴ കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഏകദേശം 9:30 ആയപ്പോഴേക്കാണ് മഴ തോർന്നത്. അങ്ങനെ പുറത്ത് പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു രാത്രിയിൽ. ആദ്യം ഓർത്തത് തട്ടുദോശ കഴിക്കാമെന്നാണ്. പിന്നെ അങ്ങ് വരെ പോകാൻ പറ്റിയില്ല, കാരണം മഴ കാരണം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പകുതി വരെ പോയി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. എനിക്കിങ്ങനെ രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് രാത്രിയിലത്തെ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ സെയിം ഫുഡ് തന്നെ ആയിരുന്നു, ചേഞ്ചിങ് ഒന്നും ഇല്ലായിരുന്നു. പച്ചടിയും വറുത്തരച്ച കറിയും പിന്നെന്താ പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ, പിന്നെ ചമ്മന്തിപ്പൊടിയും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക്, ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്